നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതിയിൽ നടന്ന ഇഡി റെയ്ഡിന് പിന്നാലെ തിരുവനന്തപുരത്തുണ്ടായ സംഘർഷങ്ങളിൽ അതീവ നിർണായകമായ ഒരു വഴിത്തിരിവാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ കേന്ദ്ര ഉദ്യോഗസ്ഥരെ ക്രൂരമായി വധിക്കാൻ ശ്രമിച്ച കേസിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിട്ട് കക്ഷി ചേരുകയാണ്. ഇതിനാവശ്യമായ ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരണം ഇഡി ഇതിനകം തന്നെ എടുത്തു കഴിഞ്ഞു. കേരള പോലീസ് എടുത്ത കേസിൽ CPMന്റെ താഴെത്തട്ടിലുള്ള ചില തദ്ദേശീയ നേതാക്കളെയും അണികളെയും മാത്രമാണ് പ്രതികളാക്കിയിട്ടുള്ളത്. എന്നാൽ ഇഡി പറയുന്നത് മറ്റൊന്നാണ്. അവിടെ ഉണ്ടായിരുന്ന MPമാരും MLAമാരും അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കുണ്ടെന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. സാധാരണക്കാരായ അണികളെ മുന്നിൽ നിർത്തി അവരെ പ്രകോപിപ്പിച്ച് കേന്ദ്ര ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ആഹ്വാനം നൽകിയത് ഈ നേതാക്കളാണെന്നും ഇതൊരു ആസൂത്രിത ഗൂഢാലോചനയാണെന്നുമാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഈ കേസിൽ ഇഡി കക്ഷി ചേരുന്നതോടെ കളി പൂർണ്ണമായും മാറാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് ഈ അക്രമ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് മുൻ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിളിച്ചു പറഞ്ഞ വാചകങ്ങളാണ്. ഇതാണിപ്പോൾ അവർക്ക് തന്നെ തിരിച്ചടിയായി മാറാൻ പോകുന്നത്. ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? പ്രതിഷേധക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്, അടുത്ത സെറ്റ് ആളുകൾ ഇനിയും വരുമെന്നാണ് ശിവൻകുട്ടി പരസ്യമായി പ്രഖ്യാപിച്ചത്. നോക്കൂ, വി ശിവൻകുട്ടിയുടെ ഈ ഒരൊറ്റ പ്രസ്താവനയിൽ നിന്ന് തന്നെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ആക്രമണവും അഴിഞ്ഞാട്ടവും പെട്ടെന്നുണ്ടായ ഒരു ജനരോഷമല്ല. കൃത്യമായ ആസൂത്രണത്തോടെ ബാച്ചുകളായി ആളുകളെ ഇറക്കി ഇഡി ഉദ്യോഗസ്ഥരെ വകവരുത്താൻ നേതാക്കൾ മുൻകൂട്ടി തയ്യാറാക്കിയ വലിയൊരു ഗൂഢാലോചനയാണിത്. ഈ ദൃശ്യങ്ങളും ഓഡിയോ ക്ലിപ്പുകളും ഇഡി ഇപ്പോൾ ഔദ്യോഗികമായി ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമരക്കാരുടെ മുൻപന്തിയിൽ നിന്ന് പ്രകോപനം സൃഷ്ടിച്ച ഈ വമ്പൻ നേതാക്കളെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇഡിയുടെ ശക്തമായ ആവശ്യം. ഈ കേസിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ക്രൂരത എന്താണെന്ന് വെച്ചാൽ, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തപ്പെട്ട് അണികൾ ഇപ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ അവരെ അക്രമത്തിന് വിട്ട വലിയ നേതാക്കന്മാർ പുറത്ത് സുഖമായി നടക്കുകയാണ്. എന്നിട്ട് ഇടയ്ക്ക് ജയിലിൽ പോയി ഈ അണികളെ സന്ദർശിച്ച് ആശ്വാസവാക്ക് പറയുന്ന വലിയൊരു നാടകമാണ് ഇവർ കളിക്കുന്നത്. ഇതിലൂടെ ഇവർ സത്യത്തിൽ അവരെ ആശ്വസിപ്പിക്കുകയല്ല, മറിച്ച് തങ്ങൾ ചെയ്ത ക്രിമിനൽ കുറ്റത്തെ വീണ്ടും വീണ്ടും ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. വി ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കൾ അക്രമം അഴിച്ചുവിട്ട അണികളുടെ വീടുകൾ സന്ദർശിച്ചുകൊണ്ട് ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ ആക്രമണത്തെ ന്യായീകരിക്കുകയാണ്. നിയമ സംവിധാനങ്ങളെയും കോടതികളെയും പരസ്യമായി വെല്ലുവിളിക്കുന്ന ഈ ഒരു ശൈലി തന്നെയാണ് ഇഡി ഇപ്പോൾ കോടതിക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ പോകുന്നത്. പ്രതികളെ സംരക്ഷിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഭരണ സ്വാധീനമുള്ള നേതാക്കൾ ശ്രമിക്കുന്നു എന്നതിന് ഇതിനേക്കാൾ വലിയൊരു തെളിവ് ഇനി ഇഡിക്ക് ഹാജരാക്കേണ്ടതില്ല. പോലീസിനെ ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാമെന്നും സ്വന്തം നേതാക്കളെ രക്ഷിച്ചെടുക്കാമെന്നുമുള്ള CPMന്റെ മോഹങ്ങൾക്കാണ് ഇഡി കക്ഷി ചേരുന്നതോടെ പൂട്ടുവീഴാൻ പോകുന്നത്. ഡിജിറ്റൽ തെളിവുകളും ടവർ ലൊക്കേഷനുകളും നേതാക്കളുടെ ഫോൺ കോഡുകളും കേന്ദ്രീകരിച്ച് ഇഡി അന്വേഷണം വ്യാപിപ്പിക്കുന്നതോടെ MPമാരും MLAമാരും അടങ്ങുന്ന വലിയൊരു സംഘം കേന്ദ്ര ഏജൻസിയുടെ റഡാറിലേക്ക് വരും. അണികളെ മാത്രം ബലിയാടാക്കി AC മുറികളിൽ ഒളിച്ചിരിക്കുന്ന അക്രമത്തിന് നേതൃത്വം നൽകിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇഡിയുടെ ഈ ഒരു നീക്കം സഹായിക്കും. ഉദ്യോഗസ്ഥരെ ചുടുകട്ടക്കെറിഞ്ഞ് കൊല്ലാൻ നോക്കിയവർക്ക് പിന്നിൽ പ്രവർത്തിച്ച ആ വൻമരങ്ങൾ ആരാണെന്ന് കോടതിക്ക് മുന്നിൽ തെളിയുന്ന നാളുകളാണ് ഇനി വരുന്നത്. അഴിമതിയും ഗുണ്ടായിസവും ഒന്നിച്ചു പോകുന്ന ഈ ഒരു രാഷ്ട്രീയ ശൈലിക്ക് ഇഡി ശക്തമായി പൂട്ടിടും. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഇഡി നേരിട്ട് കക്ഷി ചേരുന്നതോടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ സകല കള്ളക്കളികളും പൊളിയുകയാണ്. താഴെത്തട്ടിലുള്ള അണികളെ മാത്രം പ്രതികളാക്കി രക്ഷപ്പെടാൻ നോക്കിയ MPമാർക്കും MLAമാർക്കും ഇനി രക്ഷയില്ല. അടുത്ത സെറ്റ് ആളുകൾ ഇനി വരുമെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറഞ്ഞ് അക്രമത്തിന് ആസൂത്രിതമായി നേതൃത്വം നൽകിയ മുൻ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കളെ ഇഡി ഇനി പൂട്ടാൻ പോവുകയാണ്. അണികളെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി ജയിലിലാക്കിയിട്ട് അവരുടെ വീടുകളിൽ വന്ന് ന്യായീകരണ നാടകം കളിക്കുന്ന ഈ ഒരു ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കേന്ദ്ര ഏജൻസിയുടെ കൃത്യമായ തെളിവ് ശേഖരണത്തിന് മുന്നിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ഒരു അട്ടിമറിയും ഇനി നടപ്പില്ല. അണികളെ മുന്നിൽ നിർത്തി കളിച്ച നേതാക്കൾക്ക് ഇനി അണികൾക്കൊപ്പം ജയിലിൽ കഴിയാം.